അപ്പോൾ ഞാൻ ആലോചിച്ച് നമുക്ക് ഡീസലൊന്നും ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കി ഒരു മോട്ടോർ വെച്ച് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുള്ളതാണ്. 2021, 25, 26 കാലഘട്ടങ്ങളിൽ ശ്രമിച്ചു നോക്കി. അന്നേരം ഇതെല്ലാം പരാജയമാണ്. അപ്പം തന്നെ സമൂഹത്തിൽ നിന്നുള്ള മോശമായ അഭിപ്രായങ്ങളെല്ലാം കിട്ടിയുള്ളൂ. എഞ്ചിനീയേഴ്സൊന്നും സമ്മതിക്കില്ല, കാരണം അവർക്കുള്ള ഈ തീയതിയിൽപ്പെട്ടതല്ലല്ലോ ഇത്. വീടുകൾ തന്നെയല്ല, വീടിൻ്റെ പ്രശ്നം കൂടാതെ നമുക്ക് പല EV കാറ്, ഇപ്പം ഷിപ്പിങ്, ബോട്ട്, ഹൗസ് ബോട്ട്, ഇങ്ങനെയൊക്കെ അത് ഏറ്റവും പ്രധാനം അവർക്കാണ്. കാരണം ഡീസൽ വെച്ച് വർക്ക് ചെയ്യുന്നില്ല അവർ. നമസ്കാരം. ഇന്ധനമില്ലാതെ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ജനറേറ്റർ നിർമ്മിച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരി സ്വദേശി, ചങ്ങനാശ്ശേരി കുരിശുമൂട് സ്വദേശിയായ EK അച്ഛൻകുഞ്ഞാണ് ഇത്തരമൊരു ജനറേറ്റർ കണ്ടെത്തിയിരിക്കുന്നത്. പെട്രോളോ ഡീസലോ മണ്ണെണ്ണയോ ഒന്നും ആവശ്യമില്ലാതെ ഈ ഇലക്ട്രിക് ജനറേറ്റർ പ്രവർത്തിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമത്തിനുള്ളിൽ എടുത്തു പറയേണ്ടത്, പലരും നിരുത്സാഹപ്പെടുത്തിയിട്ടും വർഷങ്ങളായി നടത്തിയ ശ്രമമാണ് ഈ വിജയത്തിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തത്തിന് എല്ലാവിധ അംഗീകാരവും അർഹിക്കുന്നതാണ്. ഇപ്പോൾ അച്ഛൻകുഞ്ഞ് നമുക്കൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയൊരു കണ്ടുപിടുത്തത്തിലേക്ക് താങ്കളെ എത്തിച്ചത്? ഇതിൻ്റെ പറഞ്ഞാൽ 1994 തൊട്ട് എനിക്ക് ജനറേറ്റർ ഉണ്ടായിരുന്നു. പണ്ട് പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജനറേറ്റർ ഡീസലും ഉപയോഗിക്കുമായിരുന്നു. ഭയങ്കര പവറും ഭയങ്കര സൗണ്ടും ഉള്ളതുകൊണ്ട് അതൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നി, നാട്ടുകാർക്ക് ശല്യം തോന്നി. അപ്പോൾ ഞാൻ ആലോചിച്ച് നമുക്ക് ഡീസലൊന്നും ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കി ഒരു മോട്ടോർ വെച്ച് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുള്ളതാണ്. അന്നത്തെ ശ്രമിച്ചതും പരാജയപ്പെട്ടു പോയി. പിന്നെ 2021, 25, 26 കാലഘട്ടങ്ങളിൽ ഇത് ശ്രമിച്ചു നോക്കി. അന്നേരം ഇതെല്ലാം പരാജയമാണ്. 2000 മുന്നോട്ട് പോയി, പരാജയം കണക്കൂട്ടാതെ മുന്നോട്ട് പോയിട്ട് പിന്നെ 2010 തൊട്ട് ഇതിന് കംപ്ലീറ്റ് 2011 തൊട്ട് ഇത് ഇതിനായിട്ട് മാറ്റി വെക്കായിരുന്നു. പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നും ലക്ഷങ്ങളുടെ സാധനങ്ങൾ മേടിച്ചിട്ട് കോയമ്പത്തൂർ പോയി മേടിച്ചിട്ട് ഉണ്ടാക്കി പിടിപ്പിക്കും, പിന്നെ അത് പോവും, പിന്നെയും അടുത്തത് പോവും. ഇങ്ങനെ പോയി ലക്ഷങ്ങൾ തകർത്ത ശേഷമാണ് പിന്നെ 2021 ഞാനിതിൻ്റെ ഇത് ഓക്കെ ആണെന്ന് മനസ്സിലായി. പിന്നെ അതിന് ബാക്കിയുള്ള ഇത്രയും വർഷം കൂടെ പിന്നെയും പോയി. അപ്പം തന്നെ സമൂഹത്തിൽ നിന്നുള്ള മോശമായ അഭിപ്രായങ്ങളെല്ലാം കിട്ടിയുള്ളൂ. എഞ്ചിനീയേഴ്സൊന്നും സമ്മതിക്കില്ല, കാരണം അവർക്കുള്ള ഈ തീയതിയിൽപ്പെട്ടതല്ലല്ലോ ഇത്. അപ്പോൾ അത് ഘടകം. താങ്കൾ എന്താണ് ചെയ്തത്? ഫസ്റ്റ് ലേത്ത് വർക്കായിരുന്നു. അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച ഒരു പവറാണ് ഒരു ടർബോ ഗിയർ ബോക്സ് ഉണ്ടാക്കിയത്. ആ ഗിയർ ബോക്സിൻ്റെ പവറാണ് ഇതിൻ്റെ എഞ്ചിനായിട്ട് ഉപയോഗിക്കുന്നത്. അതാ എഞ്ചിന് പകരം. അതതിന് പവർ കൊണ്ടാണ് ഇത് ഓട്ടോമായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ 3000 വാട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടിട്ട് തന്നെയാണ് നമ്മളൊരു ഇതിന് റീചാർജിങ്ങിനും മോട്ടറിന് വേണ്ടി റിട്ടേൺ പോകുന്നത്. അത് പോയിട്ട് 750-800 വാട്ട്സോളം അതിന് പോകും. ബാക്കി ഒരു 1500 വാട്ട്സോളം നമുക്ക് തിരിച്ച് കിട്ടും. അതാണ് മറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ചെയ്യുന്നത്. വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല? വീടുകളിൽ എല്ലാ സ്ഥലങ്ങളും ഉപയോഗിക്കാം. വീടുകൾ തന്നെയല്ല, വീടിൻ്റെ പ്രശ്നം കൂടാതെ നമുക്ക് പല EV കാറ്, ഇപ്പം ഷിപ്പിങ്, ബോട്ട്, ഹൗസ് ബോട്ട്, ഇങ്ങനെയൊക്കെ അത് ഏറ്റവും പ്രധാനം അവർക്കാണ്. കാരണം ഡീസൽ വെച്ച് വർക്ക് ചെയ്യുന്നില്ല അവർ. അതിൻ്റെ ഇഞ്ചൻ മാറ്റിക്കൊണ്ട് ഇതിനെ പവർ കൂട്ടി ചെയ്തിട്ട് ഒരു 50 kVയുടെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈസിയായിട്ട് വർക്ക് ചെയ്യും. 10 പൈസ അവർക്ക് മുടക്കില്ലാതെ അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആ മേഖലയിലേക്ക് മാറണമെങ്കിൽ നമുക്കൊരു നല്ല ഫണ്ടേഴ്സിനെ കണ്ടെത്തണം. ഇത് പ്രൊഡക്ഷനിലേക്ക് നീങ്ങണം. നിങ്ങൾ പേറ്റന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പേറ്റന്റിൻ്റെ ബാക്കി കാര്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങളെന്ന് ഇതിന് നമുക്ക് പ്രൊഡക്ഷനിലേക്ക് മാറണം. പ്രൊഡക്ഷനിൽ മാറിയിട്ട് ഇതിൻ്റെ കോസ്റ്റ് കുറച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ റേറ്റ് ഒന്നും കൂട്ടണ്ട. ഇനിയിപ്പോൾ ഇതുണ്ടാക്കി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി ഉള്ളതാണ്. ഇനി അതിൽ കോസ്റ്റ് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വിജയകരമായി മാറ്റും. അപ്പോൾ ലോകത്തിന് ഇത് പ്രയോജനമാണ്. ഇത്രയും കാലം എടുത്തെന്ന് പറയുന്നത്, അപ്പം എത്ര രൂപ ചിലവാക്കി ആയിട്ടുണ്ട്? ഇപ്പോൾ ഇത്ര വർഷം കൊണ്ട് തന്നെ 1 കോടിക്കണക്കിന് രൂപയോളം പോയി. അതൊന്നും കൂട്ടാനൊക്കെ വേസ്റ്റായിട്ട് പോയതാണ്. തിരിച്ചു കിട്ടുന്നൊന്നുമില്ല. കാരണം അതുപോലെ പുതിയ സാധനങ്ങൾ മേടിച്ചെല്ലാം ആക്രിയായിട്ട് പിന്നെ വിൽക്കുകയേ ഉള്ളൂ. അങ്ങനെ വന്നേക്കുന്നത്. ഇപ്പം നമ്മളത് ഇപ്പോൾ ഇതെല്ലാം അവസാനം 2021 തൊട്ട് പ്രാബല്യത്തിലായത്. ഓക്കെ ആയി, നമ്മൾ ഓക്കെ ആക്കിയപ്പോൾ അത് പിന്നെ നമ്മൾ അതിനനുസരിച്ച് സാധനങ്ങൾ മേടിക്കും. അപ്പോൾ ഒത്തിരി മാറ്റം വന്നില്ലേ, ടെക്നോളജി മാറ്റം പറ്റി. താങ്കൾ ലക്ഷ്യത്തിൽ നിന്നും മാറിയില്ല. അതാണ് മാറിയാൽ ഒക്കെയല്ല. കാരണം നമുക്ക് എനിക്കറിയാം വിജയം കണ്ടെത്താൻ പവർ ഉണ്ടാകുമെന്ന് മനസ്സിലായി, ഇലക്ട്രിസിറ്റി ഉണ്ടാകുമെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് മുന്നോട്ട് പോയി പ്രവർത്തിച്ചു അവസാനം 2021 ആയപ്പോൾ ഇതിൻ്റെ ഓക്കെ ആയി. അപ്പം പിന്നെയും ബാക്കി മുന്നോട്ട് പോയി. അവിടെ നിന്നില്ല. നമ്മൾ പിന്നെയും മുന്നോട്ട് പോയി പവർ കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇതിനായിട്ട് സാധനമില്ല, നമ്മൾ തന്നെ മേക്ക് ചെയ്തെടുക്കുകയാണ്. വീട്ടിലൊക്കെ പ്രവർത്തിച്ച് നോക്കി എല്ലാ വീടുകളും ഉപയോഗിക്കാം. ഈ വീടും വർക്ക് ചെയ്യും, എല്ലാം വർക്ക് ചെയ്യും. എത്ര നേരം വേണം കപ്പാസിറ്റി? അത് 24 മണിക്കൂറും വർക്ക് ചെയ്യാം. ഇനി 48 മണിക്കൂറാകുമ്പോൾ എത്ര മണിക്കൂറും വർക്ക് ചെയ്യാൻ ഇതിലേക്ക് ആകണം. ഇനിയിപ്പോൾ പ്രൊഡക്ഷന് കൂളിംഗ് സിസ്റ്റമൊക്കെ ഇതിനകത്ത് വരുത്തണം. മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ധനം ഇല്ല, രണ്ടാമത് പൊല്യൂഷൻ ഇല്ല, പിന്നെ നമുക്ക് സൗണ്ട് കുറയുന്ന ഇത് ഷേപ്പ് കുറച്ച് നാനോ ടൈപ്പ് ചെറിയ ടൈപ്പ് ആക്കാം.
നമുക്ക് കൈക്കൊണ്ടെടുക്കാൻ ഉണ്ടാക്കാം. ചിലവ് കുറവുണ്ടല്ലേ? ചിലവ് തീരെ ചിലവ് ഡീസലൊന്നും ഒന്നും വേണ്ടല്ലോ. പിന്നെ പൊല്യൂഷൻ തന്നെ വലിയൊരു സംഭവമല്ലേ. അതുപോലെ തന്നെ ഈ താങ്കൾ പറഞ്ഞ EV വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഉപയോഗിക്കാം. അതിപ്പം ഇപ്പം EV കാറിനുള്ള ചാർജ് ചെയ്യണമല്ലോ, റീചാർജ് ചെയ്യണമല്ലോ. ഇത് റീചാർജ് വേണ്ടി ഓട്ടോമാറ്റിക് റീചാർജ് ചെയ്യാം, ഓട്ടത്തിൽ റീചാർജ് ചെയ്യാം. ഈ ഒരു കണ്ടുപിടുത്തവുമായിട്ട് താങ്കൾ ഈ സയന്റിഫിക് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സാങ്കേതിക ശ്രമിച്ചു. ഇന്ന് വരെ ആൾക്കാർ വിളിച്ചു. അപ്പോൾ അവർക്ക് അവരുടെ ആ മേഖലയിലോ സ്വയലോ ഒന്നും പറ്റില്ലത്, അവർക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രധാനം. താങ്കളുടെ മനസ്സിൽ തോന്നിയ ബുദ്ധിയിലുള്ള ആ പവറാണ്. ആ പവറാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്, ആക്കിയിരിക്കുന്നത്. ആ പവർ എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചിന് തുല്യമാണ്, ഡീസൽ വെച്ച് ഇഞ്ചിന് തുല്യമാണ്. ജനറേറ്റർ അങ്ങനെ വർക്ക് കണ്ടീഷനായത്. അങ്ങനെ ഇതെല്ലാം വർക്ക് ചെയ്യും. എല്ലാ സംഭവം എല്ലാ മേഖലയും പറ്റും. അതായത് താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ബോട്ടിങ്ങിന് അവർക്ക് ഇപ്പോൾ ഏറ്റവും പറയാനും. കാരണം നമ്മൾ ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമുണ്ട്, പവറുണ്ട്. ഇതില്ലാത്തത് ഇത് വെച്ച് വർക്ക് ചെയ്യാനായിട്ട് ഇഞ്ചൻ മാറ്റിക്കൊണ്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് 10 പൈസയിലും ചിലവില്ല. അവർക്ക് ഒരു ദിവസം ഒരു ബോട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഏതവർക്ക് ഇത്രയും ഡീസൽ അടിച്ചത് പോകുമ്പം ഡീസലിൻ്റെ നഷ്ടം, അതുകൂടാതെ തന്നെ പൊല്യൂഷന് കടലിൽ ഇത് പിടിക്കുന്ന നമ്മളെ ഇത് ഇത്രയും ബോട്ടുകൾ പോകുമ്പോൾ അതിൻ്റെ പൊല്യൂഷൻ ആലോചിക്കും. അതിലേക്ക് സിംഗിൾ ഫേസ് ആണ്, വേറെ സിംഗിൾ ഫേസ് എല്ലാം ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വലിയ ശ്രമം നടത്തി. വലിയ ശ്രമം ഞാൻ ഇത് സപ്പോർട്ട് ആരുടെ ഇല്ല. ഇതിനൊക്കെ അംഗീകാരം കിട്ടിയെന്നുള്ളത്. അംഗീകാരം ആരുടെ തരത്തില്ല. കാരണം ഇത് പണം നഷ്ടം മാത്രമുള്ള ഒരു വിജയം കാണുന്നില്ലല്ലോ. ഇത് വിജയിക്കില്ലെന്നാണല്ലോ അറിവുള്ളവർ പറഞ്ഞേക്കുന്നത്. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആളുകളെ കണ്ടെത്തുകയാണ് ഇതിൻ്റെ ഫണ്ട് മുടക്കാനായിട്ട് ആൾക്കാരെ വരണം. വന്നു കഴിഞ്ഞാൽ ഫണ്ട് മുടക്കാൻ നല്ല ഫണ്ട് ചിലവാകും ഇത് പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ. എത്ര വർഷമായി ലെയ്ത്ത് വർഷം? ഇപ്പം ഇതിന് തന്നെ 18-20 വർഷത്തോളമായി ഈ മേഖല തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. വീട്ടുകാരൊക്കെ സപ്പോർട്ടായിരുന്നു? വീട്ടുകാർ സപ്പോർട്ടില്ല, അവരാരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇത് പണം നഷ്ടപ്പെടുന്ന പ്രസ്ഥാനമാണല്ലോ. എന്നിട്ടും പിന്മാറിയില്ല, മാറാനൊക്കത്തില്ല. കാരണം നമ്മളത് എനിക്കിതറിയാം, ഇത് പവർ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. മനസ്സിലായോ? പവർ ഉണ്ടാവുമെന്ന് എനിക്കിത് ആദ്യം മനസ്സിലായി, ഇങ്ങനെ പവർ ഉണ്ടാവും. പക്ഷെ അത് സമൂഹവും അറിവുള്ള എഞ്ചിനീയേഴ്സും പറയും ഇങ്ങനെ പവർ ഉണ്ടാകത്തില്ലെന്നാണ്. അന്ന് അത് പറ്റിയല്ല, അന്നൊന്നും ഉണ്ടാക്കണമല്ലോ. ആ ഒരു മത്സരമായിരുന്നു. അതാർക്കാർ സമൂഹത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ താങ്കൾ തെളിയിച്ചു. ഇനിയും ഒത്തിരി ഡെവലപ്പ് ചെയ്യാനുണ്ട്. കാരണം കൂളിംഗ് സിസ്റ്റമൊക്കെ വരണം. ഇതിന് ഡെവലപ്പ് ചെയ്തതിൻ്റെ പുതിയ മോഡൽ സാധനങ്ങൾ വാങ്ങിച്ച് ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചുള്ള മാറ്റം വരുത്തണം. ഒത്തിരി മാറ്റം വരും. ഒരുപാട് തൊഴിലവസരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ഇഷ്ടം പോലെ ഇന്ന് വർക്ക് കൊടുക്കാൻ സാധിക്കും. ഇതുണ്ടാക്കുന്ന പ്രൊഡക്ഷനിലേക്ക് മാറുകയാണെങ്കിൽ. ഇവൻ ഈ മേക്കിംഗ് മറ്റേ സ്കില്ല് പ്രധാനമന്ത്രിയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, അതിനൊന്നും പെട്ടില്ല. ഞാനൊന്നും ആരും അറിയിച്ചിട്ടില്ല. അതാണ് കാര്യം. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഊർജ്ജ വകുപ്പിനേക്ക് മാറ്റിയായിരുന്നു, ട്രാൻസ്ഫർ ചെയ്യായിരുന്നു. ഊർജ്ജ വകുപ്പ് ചെയ്യാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ പോയില്ല. ഏതായാലും ചങ്ങനാശ്ശേരിക്കാരൻ അച്ഛൻ കുഞ്ഞ് വലിയൊരു പ്രചോദനമാണ്. അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു സംവിധാനമാണ്. അദ്ദേഹം നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ആരുടെയും പിന്തുണയോ പ്രോത്സാഹനവും ഒന്നുമില്ലാതെ അദ്ദേഹം അത് വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ തിയറിയാണ് ഈ ജനറേറ്ററിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ധനമോ ഒന്നുമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഇലക്ട്രിക് ജനറേറ്ററാണ്. അദ്ദേഹം ഇത് വീട്ടിൽ പ്രവർത്തിപ്പിച്ച് കാണിക്കുകയും ചെയ്തു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത് പ്രവർത്തിപ്പിച്ച് നൽകാനും അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തിന് ഇനിയും വേണ്ടത് ഒരു സംരംഭകനാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം നൽകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയെയാണ് അദ്ദേഹത്തിന് ആവശ്യമായി വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചങ്ങനാശ്ശേരിക്കാരൻ്റെ ഈ പ്രൊഡക്റ്റ് രാജ്യം മുഴുവൻ ഒരുപക്ഷെ വ്യാപിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം കഴിയുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ചങ്ങനാശ്ശേരി.